നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പ്രൊജക്റ്റ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു വീഡിയോ കോള് വിളിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 4-ാം തീയതി തുടങ്ങി ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പം നിങ്ങൾ വരുമല്ലോ. അപ്പം നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് നന്നായിരുന്നു. അത് കാരണം കൊണ്ടാണ് തുടങ്ങി വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഡെഫിനേഷനാണിത്. നിങ്ങൾക്ക് ഞാനൊരു PDF തന്നിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഡെഫിനേഷനാണിത്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. വായിച്ചാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഡെഫിനേഷൻ പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ് എക്സ് ബി എ നോൺ എംപ്റ്റി സെറ്റ്. എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ അതിൽ ഇങ്ങനെ എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും. എ ഫംഗ്ഷൻ ഡി ഫ്രം എക്സ് ക്രോസ് എക്സ് ടു ആർ. ഒരു ഫംഗ്ഷൻ ഡി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് എക്സിന്റെ. എക്സ് ക്രോസ് എക്സിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് അത്. ഇനി അതിനെ നമ്മൾ മെട്രിക് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. മെട്രിക് അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. അതായത് ഇപ്പൊ എക്സിലത്തെ എലമെന്റ്സുകൾ, 2 എലമെന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. എക്സും വൈ നമ്മൾ എക്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ളതിനെ ഡി ഓഫ് എക്സ് വൈ എന്നാണ് എഴുതുക. ഓക്കെ, അപ്പൊ ഇത് മെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ, ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെയാണ് ഡി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എക്സ്. ഇനി അത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. അതായത് ഡി ഓഫ് എക്സ് വൈ 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഇനി അടുത്തതാണ് സിമെട്രി, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ്. ഇനി അടുത്തതാണ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, ഡി ഓഫ് എക്സ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ സെഡ്. അതായത് എക്സ് സെഡ് അതിന്റെ ഇടയിൽ ഒരു വൈനെ കൊണ്ടുവരികയാണ്. അപ്പൊ എക്സ് സെഡ് എന്നുള്ളത് എക്സ് വൈ പ്ലസ് വൈ സെഡ് ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇതിനാണ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എവറി എക്സ് വൈ സെഡ് ബിലോങ്സ് ടു എക്സ്. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മെട്രിക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. ഇനി നിങ്ങൾ ഡിസ്റ്റൻസിന്റെ ടേമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കാം. അതായത് ഒരു എക്സ് എന്ന് പറഞ്ഞ സെറ്റിലത്തെ 2 എലമെന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ എക്സും വൈയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അതായത് ഇപ്പം നെഗറ്റീവ് നമ്മൾ അങ്ങനെ ദൂരത്തിനൊന്നും പറയില്ലല്ലോ. നമ്മൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കില്ലേ. ഇനി അതുപോലെ 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് അപ്പൊ എക്സും വൈയും സെയിം ആയിരിക്കുമല്ലോ. കാരണം എക്സും വൈയും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണല്ലോ അവ തമ്മിൽ ഇങ്ങനെ അകന്ന് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് 0 ആണെന്നുണ്ടെങ്കിൽ ആ എക്സ് നിൽക്കണോടത്ത് തന്നെയായിരിക്കുമല്ലോ വൈയും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ തന്നെയായിരിക്കും. ഇനി അടുത്തത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ്. അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണല്ലോ വൈയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് എക്സും വൈയും തമ്മിലുള്ള ദൂരം അത് തന്നെയാണല്ലോ നമ്മൾ പറയാ. എക്സും വൈയും തമ്മിലുള്ള ദൂരം അത് സെയിം തന്നെയാണ് വൈയും എക്സും തമ്മിലുള്ള ദൂരം അത്. ഇനി എക്സും സെഡും തമ്മിലുള്ള, അതായത് നമ്മൾ ട്രയാങ്കിൾ പോലെ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ഇത് സെഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇങ്ങനെ എത്താനായിട്ട്, എക്സ് സെഡിലേക്ക് എത്താനായിട്ട് ഇത് വൈ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എത്താലോ. അപ്പൊ അതെന്തായാലും ഈ ദൂരത്തിനേക്കാളും വലുതായിരിക്കുമല്ലോ. ഇതിങ്ങനെ ഡയറക്റ്റ് എത്താം. ഇത് ഇവിടേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തണം. അപ്പൊ അതാണ് പറഞ്ഞേക്കണ ഡി ഓഫ് എക്സ് സെഡ് എന്ന് പറയുന്നത്. ഈ 2 ഡിസ്റ്റൻസ് തമ്മിൽ, എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടിട്ട് പിന്നെ വൈയും സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടണേക്കാളും എന്തായാലും ചെറുതായിരിക്കുമല്ലോ എക്സും സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അതാണ് അപ്പൊ മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് പോലും വയലേറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ സെറ്റ് ഉണ്ടല്ലോ നോൺ എംപ്റ്റി സെറ്റ്, അത് ടുഗദർ വിത്ത് മെട്രിക് ഡി. അതായത് ഒരു സെറ്റ് അത് ടുഗദർ വിത്ത് അതിൽ ഡിഫൈൻ ചെയ്തേക്കണം മെട്രിക്. അതിനെ ഒരുമിച്ചാണ് നമ്മൾ മെട്രിക് സ്പേസ് എന്ന് പറയാം. അതായത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, എക്സ് ഡി ഓർഡർഡ് പെയർ എക്സ് ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് പറയാം. ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എക്സ് ആയിട്ട് നമ്മൾ ആറാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എടുത്തേക്കുന്നത്. അവിടുത്തെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ മോഡ് എക്സ് മൈനസ് വൈ എന്ന് എടുത്തു. ഇതിനെ നമ്മൾ യൂഷ്വൽ മെട്രിക് ഓൺ ആർ എന്നാണ് പറയുക. അപ്പൊ ഇത് മെട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം.
ആദ്യത്തെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഒരു സംഖ്യയുടെ എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ 0 ആണ്. എക്സ് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ ഒരു പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പൊ എക്സ് -2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ മൈനസ് എക്സിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ എക്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ എക്സ് തന്നെ. അതായത് 2വിന്റെ മോഡുലസ് മോഡ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. മോഡ് -2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എപ്പോഴും മോഡുലസ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതായത് ഒരു സംഖ്യയുടെ മോഡുലസ് വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ 0 എന്നർത്ഥം. അതായത് 0ന്റെ മോഡ് മാത്രമേ 0 വരുള്ളൂ. ബാക്കി നെഗറ്റീവോ പോസിറ്റീവോ ഏത് സംഖ്യ ആയാലും പോസിറ്റീവ് നമ്പർ ആണ് വരിക. അപ്പൊ മോഡ് x - y 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - y 0 എന്നാണ് അർത്ഥം. അപ്പൊ ഇംപ്ലൈസ് x ഈക്വൽ ടു y. അപ്പൊ നമുക്ക് കിട്ടി d of x y 0 ആണെന്നുണ്ടെങ്കിൽ x ഈക്വൽ ടു y ആണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തതാണ് d of x y ഈക്വൽ ടു d of y x ആണോ നോക്കണം. അപ്പൊ മോഡ് x - y മോഡ് y - x സെയിം ആണ്. കാരണം മോഡുലസിന്റെ ഉള്ളിൽ നമ്മൾ മൈനസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിക്കോളും. കാരണം x - y ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മൈനസ് ഓഫ് y - x എന്ന് എഴുതാലോ. അപ്പൊ മോഡിന്റെ ഉള്ളിൽ മൈനസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും പൊക്കോളും. കാരണം പുറത്തെടുക്കുമ്പോൾ അത് 1 ആയിട്ട് പൊക്കോളും. അപ്പം എന്തായാലും മോഡിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ തിരിച്ചിട്ടു എന്ന് വിചാരിച്ച് വാല്യൂവിന് ചേഞ്ച് വരാൻ പോകുന്നില്ല. അത് നിങ്ങൾ ഏതെങ്കിലും നമ്പർ ഒക്കെ ഇട്ട് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ എക്സ് 2ഉം y 1 ആണെന്ന് വിചാരിക്കാം. 2 - 1 എന്ന് പറയുന്നത് 1 വരും. മോഡ് 1 എന്ന് പറയുന്നത് 1 ആണ്. ഇനി 1 - 2 എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് -1 മോഡ് -1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പൊ മോഡുലസ് വാല്യൂ സെയിം ആണ്. അതാണ് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ മോഡുലസ് ആയി എടുക്കണതുകൊണ്ട് ഉള്ളിൽ തിരിച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പൊ മോഡ് y - x എന്ന് പറയുന്നത് എന്താണ്? d of y x ആണ്. അപ്പൊ d of x y ഉം d of y x ഉം സെയിം ആണ്. അടുത്തത് ട്രയാങ്കിൾ ഇനിക്വാലിറ്റി. അത് യൂഷ്വൽ ട്രയാങ്കിൾ ഇനിക്വാലിറ്റി ആണ്. മോഡ് x - z അതിൽ നമ്മൾ ഒരു y ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ മോഡ് x - y പ്ലസ് y - z ഒരു -y പ്ലസ് y ആഡ് ചെയ്യും. അപ്പോ എന്നിട്ട് യൂഷ്വൽ ട്രയാങ്കിൾ ഇനിക്വാലിറ്റി ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് x - y പ്ലസ് മോഡ് y - z. ഇതാണ് d of x y, ഇതാണ് d of y z. അപ്പൊ d of x z ലെസ് ദാൻ ഓർ ഈക്വൽ ടു d of x y പ്ലസ് d of y z. അപ്പൊ നമ്മൾ മോഡ് x - y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മെട്രിക് ആണ്. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തൊരു മെട്രിക് ആണ് ഡിസ്ക്രീറ്റ് മെട്രിക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൽ തന്നെയുള്ളൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 2 വാല്യൂസേ ഉള്ളൂ, 0ഉം 1ഉം. എക്സ് ഈക്വൽ ടു y ആവുമ്പോൾ 0ഉം എക്സ് നോട്ട് ഈക്വൽ ടു y ആവുമ്പോൾ 1ഉം ആണ് വരിക. ഓക്കെ, ഇനി ഇത് മെട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. d of x y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ ആകെ 2 ഫംഗ്ഷൻസ് വാല്യൂ ഉള്ളൂ, 0ഉം 1ഉം. അതെന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 0ഉം 1ഉം അല്ലേ ഉള്ളൂ. ഇനി ഈക്വൽ ടു 0 വരുമ്പോൾ, അതായത് d of x y ഈക്വൽ ടു 0 വരുമ്പോൾ എപ്പോഴാണ് x ഈക്വൽ ടു y ആവുമ്പോഴാണ് വന്നത്. അപ്പൊ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ d of x y ഈക്വൽ ടു d of y x. x ഈക്വൽ ടു y എന്ന് പറയുന്നതും y ഈക്വൽ ടു x എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ. അതുപോലെ തന്നെയല്ലേ x നോട്ട് ഈക്വൽ ടു y എന്ന് പറയുന്നതും y നോട്ട് ഈക്വൽ ടു x എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ഇത് തിരിച്ചിടാം. അതായത് 0 if y ഈക്വൽ ടു x, 1 if y നോട്ട് ഈക്വൽ ടു x. അതാണ് അപ്പൊ d of y x സെയിം തന്നെയാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റോടത്ത് മോഡുലസ് ആയതുകൊണ്ട് നമുക്ക് യൂഷ്വൽ ട്രയാങ്കിൾ ഇനിക്വാലിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ ഓരോ കേസ് ആയിട്ട് എക്സും വൈയും ഒക്കെ എടുക്കണം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് എടുത്തു, പക്ഷെ എക്സും സെഡും ഈക്വൽ അല്ല. അപ്പൊ എക്സും വൈയും ഈക്വൽ ആയതുകൊണ്ട് എക്സ് സെഡിനോട് ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ വൈയും സെഡിനോട് ഈക്വൽ അല്ല. അപ്പൊ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ആയതുകൊണ്ട് 0 വരും. ഇവിടെ ഡി ഓഫ് എക്സ് സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ലാത്തതുകൊണ്ട് 1 വരും. ഇനി ഡി ഓഫ് വൈ സെഡ് എന്ന് പറയുന്നതും 1 വരും. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ഇനിക്വാലിറ്റിയിൽ ഇട്ട് കൊടുക്കുക. അതായത് ഡി ഓഫ് എക്സ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ സെഡ് ആണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 1 വരും. അതായത് 1 ഈക്വൽ ടു 1. അത് ശരിയാണ്. രണ്ടാമത്തെ കേസ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് എടുത്തു, പക്ഷെ എക്സ് ഈക്വൽ ടു സെഡ് ആണ്. അപ്പൊ വൈയും ഇത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് വൈ നോട്ട് ഈക്വൽ ടു സെഡ് ആണ്. അപ്പൊ
എന്ത് വരും? d of xy 1 വന്നു, d of xz 0 വരും, d of yz 1 വരും. അപ്പൊ കൊടുക്കുമ്പോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 2. അപ്പൊ 0 ലെസ് ദാൻ ഈക്വൽ ടു 2, അത് ട്രൂ ആണ്. അപ്പൊ അത് ശരിയായി. ഇനി അടുത്തത് x നോട്ട് ഈക്വൽ ടു y എന്ന് എടുത്തു, y ഈക്വൽ ടു z ആണ്, അപ്പൊ x നോട്ട് ഈക്വൽ ടു z ആണ്. അപ്പൊ d of xy 1 വന്നു, d of yz 0 വരും, xz 1 വരും. അപ്പൊ അത് കൊടുക്കുമ്പോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 1, അതായത് 1 ഈക്വൽ ടു 1 വരും. അടുത്തത് എല്ലാം ഈക്വൽ ടു ആണ്. അപ്പൊ x ഈക്വൽ ടു y ആണ്, y ഈക്വൽ ടു z ആണ്, x ഈക്വൽ ടു z. അപ്പൊ എല്ലാം 0 ആയിരിക്കും. 0 ഈക്വൽ ടു 0 പ്ലസ് 0 എന്ന് പറയുമ്പോൾ ഒക്കെ 0, ട്രൂ ആണ്. അടുത്തത് എല്ലാം നോട്ട് ഈക്വൽ ടു. അപ്പൊ എല്ലാത്തിന്റെയും d മെട്രിക് ഇതെന്ന് പറയുന്നത് ഫംഗ്ഷൻ വാല്യൂ 1 ആണ് വരിക. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതും ശരിയാണ്. അപ്പൊ ഈ 5 കേസേ വരുള്ളൂ, ബാക്കി നമ്മൾ ഏതെടുത്താലും റിപ്പീറ്റ് ആണ് വരിക. അപ്പൊ റിപ്പീറ്റ് അല്ലാത്ത കേസ് 5 എണ്ണമാണ് വരിക. ഈ 5 കേസിലും ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മെട്രിക് ആണ്, ഡിസ്ക്രീറ്റ് മെട്രിക് എന്നാണ് ഇതിന് പറയാം. ഇപ്പൊ നമ്മൾ ആറിലാണ് ഡിഫൈൻ ചെയ്തത്. ഇനി ഇൻ ജനറൽ Rn ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് R1, R2, R3 അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് യൂഷ്വൽ ഒരു ലൈൻ വരയ്ക്കണ ഇതിനെയാണ് R എന്ന് പറയുന്നത്. ഇനി മറ്റേ എക്സും വൈ, എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വരയ്ക്കില്ലേ, ഗ്രാഫ് വരയ്ക്കില്ലേ, അതാണ് R2. എക്സ് വൈ സെഡ് വരുമ്പോഴാണ് 3D ആവുക. പിന്നെ 4D അതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റണത് ആറും R2 ഒക്കെയാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ആറിലെയും R2ലെയാണ് ഡിസ്കസ് ചെയ്യുക. ഇൻ ജനറൽ പ്രൂഫ് നമുക്ക് കൊടുക്കാൻ പറ്റും, Rn പ്രൂഫ് നമുക്ക് കൊടുക്കാൻ പറ്റും, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങളപ്പോ എക്സാമ്പിൾസ്, കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. മെട്രിക് എന്താന്ന് പറഞ്ഞു. ഇനി എക്സാമ്പിൾ ആവുമ്പോ ഇങ്ങനെ 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിച്ചുകൊണ്ട് വരിക, അതാണ് ഉള്ളൊരു വർക്ക്. ഇനി അടുത്തതാണ് നോൺ മെട്രിക്. പേര് പറയുന്ന പോലെ തന്നെ മെട്രിക് അല്ല, അതായത് ഒരു ഫംഗ്ഷൻ മെട്രിക് അല്ല, അതിനെയാണ് നോൺ മെട്രിക് എന്ന് പറയുന്നത്. അതായത് മെട്രിക് ആവണമെങ്കിൽ ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. അപ്പൊ മെട്രിക് അല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്താൽ മതി. ഏത് കണ്ടീഷൻ വേണമെങ്കിലും ആവാം, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നോൺ മെട്രിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിള് ഡി നമ്മൾ R2 ആറിലേക്ക് എടുത്തു, മോഡ് x² മൈനസ് y² എടുത്തു. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ d of xy ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. മോഡുലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു y ആവണം എന്നാണ്. അപ്പൊ നമ്മള് മോഡ് x² മൈനസ് y² ഈക്വൽ ടു 0, അതായത് d of xy 0 എന്ന് എടുത്തു. അപ്പൊ ഇംപ്ലൈസ് x² മൈനസ് y² ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടും രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ x ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് y എന്നാണ് വരിക. അതായത് അപ്പൊ d of xy ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു y കണ്ടീഷൻ മാത്രമല്ല ഉള്ളത്, x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് y ആണ്. അതായത് x ഈക്വൽ ടു y ആവുമ്പോൾ x² y² ഈക്വൽ ആണ്. ഇനി x ഈക്വൽ ടു മൈനസ് y ആവുമ്പോൾ x² മൈനസ് y ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് y² തന്നെയാണ്. അപ്പോഴും ഇത് ട്രൂ ആവും. അപ്പൊ നമ്മൾക്ക് d of xy ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു y മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയാൻ പറ്റില്ല, കാരണം x ഈക്വൽ ടു മൈനസ് y ആവുമ്പോഴും ട്രൂ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫസ്റ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു മെട്രിക് അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോൺ മെട്രിക്കിനും എക്സാമ്പിൾ കണ്ടുപിടിക്കണം, രണ്ടും പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പൊ ഇത് കണ്ടല്ലോ, ഏത് കണ്ടീഷനാണ് വയലേറ്റ് ചെയ്തത്. ഇപ്പൊ എല്ലാം ഫസ്റ്റ് കണ്ടീഷൻ തന്നെ വയലേറ്റ് ചെയ്യണം എന്നില്ല, ചിലപ്പോ രണ്ടാമത്തെ ആയിരിക്കും. അതായത് ഇപ്പൊ മോഡുലസ് വാല്യൂ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ x² മൈനസ് y² y² മൈനസ് x² സെയിം അല്ല. മോഡുലസ് ആവുമ്പോഴാണ് രണ്ടും സെയിം വരാം. ചിലപ്പോ അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. ചിലപ്പോൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി തെറ്റായിരിക്കും. അപ്പൊ അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ 5 പേരുണ്ടല്ലോ, അതിനാണ് ഞാൻ ലീഡറെ ഒക്കെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. 5 പേർക്കും ഈക്വൽ ആയിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് പേര്, അതായത് എല്ലാവരും എല്ലാം ചെയ്യണമെന്നല്ല, അതായത് 2 പേര് ഇപ്പോ നോൺ മെട്രിക് ആണെങ്കിൽ 3 പേര് മെട്രിക്കിന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് എങ്ങനെയെങ്കിലും 5 പേരും ചെയ്തിട്ടുണ്ടാവണം, എഴുതിക്കൊണ്ട് വരണം. എക്സാമ്പിൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പ്രൂഫ് ഇതുപോലെ ചെയ്യണം. അതായത് മെട്രിക് അല്ലാത്തതിന് ഇങ്ങനെ ചെയ്യണം, മെട്രിക് ആണെന്നുള്ളതിന് ആ 3 കണ്ടീഷൻ ചെയ്യണം. അങ്ങനെ 4-ാം തീയതി വരുമ്പോ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോക്കാം. ചിലപ്പോൾ കോമൺ എക്സാമ്പിൾസും വരും നിങ്ങൾ എഴുതിക്കൊണ്ട് വരുമ്പോൾ.
അപ്പൊ അതിനായിട്ട് 5 പേരും 5 PDF നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മെട്രിക് സ്പേസിന്റെ PDF-കൾ. അത് അപ്പൊ പല ഓതേഴ്സിന്റെ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളർ എടുത്ത് നോക്കിയാലും മതി. അപ്പോ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക. എല്ലാവരും ചെയ്യണം. ഞാൻ 5 പേരോടും ചോദിക്കും ആരാ ചെയ്യാത്തതെന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോ ചെയ്തുകൊണ്ട് വരിക. എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിന് ഇനി ബാക്കി ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എക്സാമ്പിൾസ് ഒക്കെ. അതിനായിട്ടാണ് ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു തന്നത്. നിങ്ങളോട് തന്നെ വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അത് കാരണം കൊണ്ടാണ് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ 4-ാം തീയതി ചെയ്തുകൊണ്ട് വരിക. നിങ്ങളും കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രൊജക്റ്റ് ആണ്, ഞാൻ ജസ്റ്റ് ഗൈഡ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങളാണ് ചെയ്യേണ്ടതെല്ലാം. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ, നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എക്സാമ്പിൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും അതേ വഴിക്ക് തന്നെ പോകും. നിങ്ങളും നല്ല രീതിയിൽ സഹകരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ് ആക്കി ഇത് സബ്മിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കൊന്നുമില്ല. നിങ്ങളും അതിനനുസരിച്ച് തന്നെ നിൽക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 4-ാം തീയതി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.